പട്ടി മോങ്ങണ പോലെ മോങ്ങിയിട്ടൊന്നൊരു കാര്യമില്ല ഉണ്ണി. അവളെ വകതിരിവുള്ള പെണ്ണ. കോട്ടക്കലെ പെണ്ണിനെ കെട്ടാനുള്ള പൂതി അങ്ങ് ആറ്റുവെള്ളത്തിൽ ഒഴുക്കുന്നതാ നല്ലത്. തൊലി വെളുപ്പ് കണ്ട് മയങ്ങണ അവളുമാരി ഈ നാട്ടിലുണ്ടാവും. എന്റെ മോളെ നീ ആ കൂട്ടത്തിൽ കൂട്ടണ്ട. തേവരെ നീ 100 ജന്മം കുളിച്ച് തൊഴുതാലും അവള് നിനക്ക് കഴുത്ത് നീട്ടില്ല. കോളേജ് അധ്യാപിക കയറി പ്രേമിച്ച JCB ഡ്രൈവർ. നിന്റെ പേര് പറയുമ്പോഴേ നീട്ടി തുപ്പ എന്റെ മോള്. ഇത്രയും കാലം ഇല്ലാത്തൊരു പ്രേമത്തിന്റെ പേരിൽ എന്റെ മോളെ നാറ്റിച്ചില്ലേ നീ? വേണിയുടെ അമ്മ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് മറുപടി ഇല്ലായിരുന്നു. പറമ്പിൽ മണ്ണെടുക്കാൻ പോയവൻ അവിടുത്തെ പെണ്ണിനെ മോഹിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഞാനായിട്ട് അവളുടെ ജീവിതം നശിപ്പിക്കില്ല. അമ്മ പോയിക്കോ. ഇഷ്ടം തോന്നിപ്പോയി, അറിയിക്കാത്താണെന്നറിയാം. ബുദ്ധിമുട്ടിച്ചതിനൊക്കെ ആ കുട്ടിയെ നേരിൽ കണ്ട് മാപ്പ് പറയാൻ നിൽക്കുക ഞാൻ. സാധാ സമയം കള്ള് നാറണ നിന്റെ വായിന്ന് വെളിവുള്ളൊരു കൂട്ടം ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. കള്ളോ? ഇല്ലാത്തകൂടി പറയില്ലേ അമ്മേ. ഞാനിതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല അതൊന്നും. അതുകൂടി അങ്ങ് തുടങ്ങ്. അപ്പൊ നിന്നെപ്പോലുള്ളമാരെ തമ്പുരാൻ മനസ്സറിയാതെ അങ്ങ് കൊണ്ടുപോകും. വരുന്ന ഞായറാ കല്യാണം, നീ വരണം. നിന്നെ ക്ഷണിച്ച കല്യാണം കൂടാനല്ല, ചാവറ് മൂടാ ഓഡിറ്റോറിയത്തിന്റെ വളപ്പിലൊരു കുഴി മാത്രം. അതിന് നീ തന്നെ വേണമെന്ന് മോൾക്ക് നിർബന്ധ. നിനക്ക് അതിനുള്ള യോഗ്യതയുള്ളൊന്ന് കൂട്ടിക്കോ. ആദ്യമായിട്ട് അവൾ ക്ഷണിച്ചല്ലേ. കുറി തൊടിക്കാനായിരുന്നു മോഹം, കുഴി വെട്ടാനാണ് വിധി. ഒരു ചിരിയും പാസാക്കി അവർ അവിടെ നിന്ന് പോയി. നാട്ടിൽ ഹിറ്റായ ഒരു 1 വേ പ്രേമം ക്ലൈമാക്സിനോട് അടുക്കുന്നു. കേരള ചായക്കടയിലെ ഭിത്തിയിൽ പോലും തന്നെ ഒരിക്കൽ പോലും മൈൻഡ് ചെയ്യാത്തൊരുത്തിയുടെ പേരിൽ കവിത കുറിച്ച കാമ്പൻ, പോങ്ങൻ, കിറുക്കൻ, അങ്ങനെ അങ്ങനെ അവളുടെ പേരിൽ ചാർത്തപ്പെട്ട എണ്ണമില്ലാത്ത ചെല്ലപ്പേരുകൾ. പട്ടടവരെ അതങ്ങനെ ഉണ്ടാവണം. നിറഞ്ഞ മിഴികളെ കൈലിയുടെ തലപ്പ് കൊണ്ട് കൂടെ കൂടെ തുടച്ചു. തള്ളയില്ല, തന്തയില്ല, ആകെയുള്ള എന്താ? പ്രേമം. ആർക്കും ആരോടും തോന്നാവുന്ന പ്രേമം. തത്വങ്ങളൊക്കെ പറയാൻ കൊള്ളാം. തോന്നേണ്ടവരുടെ പ്രേമം തോന്നാവൂ. അല്ലെങ്കിൽ ഇതൊക്കെയാണ് സ്ഥിതി. ഞായർ കാലത്തിന്റെ അമ്പലത്തിലെ ഓഡിറ്റോറിയത്തിന്റെ ചെരുവിൽ ആഴത്തിൽ തന്നെ ഒരു കുഴിയങ്ങ് മാന്തി. എന്റെ മോഹങ്ങൾക്കും എച്ചിലലുകൾക്കും ഒരേ സ്ഥാനമായിരുന്നു നേരിട്ടറിഞ്ഞ നിമിഷങ്ങൾ. ചെറുക്കൻ ആ നാട്ടുകാരൻ തന്നെയായിരുന്നതിനാൽ വിവാഹത്തിന് പൊതുവെ തിരക്ക് കുറവായിരുന്നു. ദൂരെ നിന്നാലും പുതുമോടിൽ അവിടെ ഒരു നോക്ക് കാണാം, അത് മതി. കെട്ടുകഴിഞ്ഞ് മണവാളിനൊപ്പം പുറത്തേക്ക് ഇറങ്ങിയ അവളുടെ മുഖത്ത് ഒരു തെണ്ടിയെ തോൽപ്പിച്ചതിൻ്റെ ആത്മനിർവൃതി മാത്രമാണ് പൂത്തു നിന്നത്. ആ ചിരിയും അവൾക്ക് അഴകാണെന്ന് ഞാനും. ചില കാമുകന്മാർക്ക് അങ്ങനെ തോന്നും, ഈ എന്നെ പോലെ. അവൾക്കായി വാങ്ങിയ താലി അമ്പലത്തിന്റെ കാണിക്ക വഞ്ചിരിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ, എല്ലാം അവസാനിച്ച പോലെ. ദിനങ്ങൾ പലത് കടന്നു. നെറുകയിൽ സിന്ദൂരവും മുടിയിലൊരു കുഞ്ഞു റോസാപ്പൂവും ചൂടി കെട്ടിയവനോടൊപ്പം ഒരു ബുള്ളറ്റിൽ ഇടയ്ക്കിടയ്ക്ക് അവൾ അമ്പലത്തിൽ വരാറുണ്ടായിരുന്നു. എന്തിനെന്നറിയാതെ ആലിനു പിന്നിൽ മറഞ്ഞെന്ന് ഞാനും ആ കാഴ്ച കാണും. പിന്നെ അവൾ ഒറ്റക്കായി വരവ്. പതിയെ പതിയെ അവളിലെ സന്തോഷത്തിന്റെ മിന്നലാട്ടങ്ങൾക്ക് പകിട്ട് കുറയുന്ന ഞാൻ കണ്ടിരുന്നു. നിറമിഴിയോടെ പടികൾ കയറിപ്പോകുന്ന അവളുടെ കാലുകൾക്ക് പഴയ വേഗത നഷ്ടപ്പെട്ടിരിക്കുന്നു. കരിനീലിച്ച കഴുത്തിലൊരു നൂലുമാല, അതിന് താങ്ങാവുന്നതിനപ്പുറം ഭാരമായൊരു മിന്ന്. എന്നെ കാണുമ്പോൾ ആ പഴയ പുച്ഛഭാഗം കുറഞ്ഞു വന്നിരുന്നു. പിന്നീടൊരു സന്ധ്യാനേരത്ത് അന്ന് ഞാൻ ചെയ്ത പോലെ കഴുത്തിലെ താലി കാണിക്ക വഞ്ചിയിലേക്കിട്ട് തിരികെ നടക്കുന്നത് കണ്ടു. എന്തു പറ്റിയെന്ന് അന്വേഷിക്കണമെന്നുണ്ടായിരുന്നു. മോശാവസ്ഥയിൽ അവൾ നോവിക്കാൻ ചെന്നതാണെന്ന് കരുതിയാലെന്നോർത്ത് ചോദിച്ചില്ലെന്ന് മാത്രം. ആ മനസ്സ് നോവുമ്പോൾ ഇന്നും എനിക്ക് മനസ്സ് നോവുന്ന പോലെ. പിറ്റേന്ന് കേട്ടു കോട്ടക്കലിലെ വേണിയെ കാണാനില്ലെന്ന്. നെഞ്ചിലൊന്ന് കൈ ചേർത്ത് വെച്ച് ഞാൻ സർവ്വദൈവങ്ങളെയും വിളിച്ചു പോയിരുന്നു. എൻ്റെ പെണ്ണ് അവളെ ഇവിടെ പോവാൻ എങ്ങും പോവില്ല, പോവാൻ അനുവദിക്കില്ല. വേണിയെ കാണാതായതോടെ അതുവരെ കോട്ടക്കലെ തറവാട്ടിനുള്ളിൽ ഒതുങ്ങിയ വിവരങ്ങൾ പലതും നാട്ടിൻപുറത്ത് പാട്ടായി. പരസ്ത്രീ ബന്ധമുള്ള അവളുടെ യോഗ്യനായ ഭർത്താവ് അവളെ ഉപദ്രവിച്ചിരുന്നു പോലും. പലരുടെയും മുന്നിൽ അവൾ ഒരുക്കി നിർത്തിയിരുന്നു പോലും. സൈകെട്ട് ചത്തുകയാണ് ആ പെണ്ണ്. കവലയിൽ ആരോ പറഞ്ഞു. അമ്പലക്കടവിൽ മുങ്ങിയും പൊങ്ങിയും പലരും അരിച്ച് പെറുക്കുന്നുണ്ടായിരുന്നു. പൊടി പോലും കിട്ടിയില്ല. 1-2 ദിവസത്തിന് ശേഷം ഓഡിറ്റോറിയത്തിന്റെ ചെരുവിലെ എച്ചിൽ കുഴിയിൽ ചാവാലിപ്പട്ടികൾ കുരച്ചുകൊണ്ട് ചാടി വീഴുന്ന കണ്ട് പലരും കൂട്ടം കൂടി. നിലവിളിച്ച് അവളുടെ അമ്മയെ അവിടെ എത്തി. സാരിയുടെ ഒരൊറ്റ അവറ്റകൾ കടിച്ച് പുറത്തിട്ടിരുന്നു. വേണിയാണെന്ന് ഉറപ്പായതോടെ ഭ്രാന്തി പിടിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. JCB കൊണ്ടുവന്ന് അഴുക്ക് നീക്കാൻ ആരൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അവൾ തോണ്ടിയെടുക്കാനോ? ദേഹത്തുകൊണ്ട് അവൾക്ക് നോവില്ലടാ, ഞാൻ ഇറങ്ങിയെടുത്തോളാം. ചീഞ്ഞാലും പുഴുത്താലും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. കുഴിയിലേക്ക് ഇറങ്ങി എച്ചിൽ വകഞ്ഞു മാറ്റിയോടെ ഒരു വേണിയെ കണ്ടെത്തി. എന്തേ പുച്ഛിക്കുന്നില്ലെന്ന് തന്നെ? അവന്റെ ചോദ്യം കേട്ടതും കോടിന്നവരുടെ ഇടയിൽ നിന്ന് അവളുടെ അമ്മയുടെ നിലവിളി ഉയർന്നു. ഇനി നിങ്ങൾ കരയരുത്, അതിനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ചോദിച്ചല്ലേ ഞാൻ, തന്നില്ലല്ലോ എനിക്ക്. അറിയേണ്ടവരെ അറിയിക്കുക, അല്ലെങ്കിൽ ആ കൊലപാതകം എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടും. ഇവളെ ഞാൻ തരില്ല ആർക്കും. ചെയ്യാൻ തുടങ്ങിയ മുഖത്ത് ആഴത്തിൽ ചുംബിച്ചപ്പോൾ അവന്റെ കവിളിൽ പുഴുവും ചലവും പടർന്നിരുന്നു. എന്നോട് ക്ഷമിക്കടാ പൊന്നു പോലെ, നിനക്ക് മുന്നിൽ ഞങ്ങളൊന്ന് തോറ്റിരുന്നെങ്കിൽ. ഏയ് ഇനി അതൊക്കെ പറഞ്ഞിട്ടെന്താ അമ്മേ.